today's topic is intervening vowels. Last classiൽ നമ്മൾ വോവൽസിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്ന ആൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഫൈനൽ പാർട്ടാണ്. ഇത് ചെറിയൊരു ഷോർട്ടായിട്ട് വോവൽസിൻ്റെ പ്ലേസിങ്ങിനെ പറ്റി മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ വോവൽസ് എങ്ങനെ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിൻ്റെ ഔട്ട്ലൈൻ ഫസ്റ്റ് റൈറ്റ് ചെയ്യുക, എന്നിട്ട് വവൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ വവൽ പ്ലേസ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഫസ്റ്റും സെക്കൻഡ് പ്ലേസും വവൽ സൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടോക്ക് എന്നുള്ളൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഔട്ട്ലൈൻ എബോവ് ദ ലൈൻ ടോക്ക് റൈറ്റ് എന്ന് വരുമ്പോൾ ഔട്ട്ലൈൻ ഫസ്റ്റ്, പിന്നെ വവൽസ് സെക്കൻഡ്. അപ്പോൾ അതാണ് ടച്ച് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്യുക. റൈറ്റ് എന്നിട്ട് സെക്കൻഡ് പ്ലേസിൽ വവൽ കൊടുക്കുക. ഇനി തേർഡ് പ്ലേസ് വവൽ സൈൻ, ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിലെ മെയിൻ പാർട്ട്. തേർഡ് പ്ലേസ് വവൽസ് വരും. ഉദാഹരണത്തിന് ഡീം എങ്ങനെ റൈറ്റ് ചെയ്യാം? ഡി കട്ട് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്തിട്ട് എന്ന് റൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ വവൽ പ്ലേസ് ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് കർവിൻ്റെ ലാസ്റ്റിൽ ഫസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഡിം സെയിം പോലെ തന്നെയാണ് റൈറ്റ് ചെയ്യുക. ഡി എന്നുള്ള സ്ട്രോക്കും എം എന്നുള്ള കർവും എമ്മിൻ്റെ തേർഡ് പ്ലേസിൽ ഫസ്റ്റായിട്ട് പുട്ട് ചെയ്യാം. പൂൾ എങ്ങനെ? പി കട്ട് ലൈനായിട്ട് റൈറ്റ് ചെയ്യുക. എല്ലിൻ്റെ ഫസ്റ്റ് പ്ലേസിൽ ഡാർക്ക് ഡാഷ്. പോൾ പി എല്ലിൻ്റെ ഫസ്റ്റ് പ്ലേസിൽ ലൈറ്റ് ഡാഷ്. ഇതാണ് തേർഡ് പ്ലേസ് വവലിൻ്റെ സൈൻ. ഇത് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എഴുതിത്തരാം. ടി കെ പി ആർ പി എം കെ. ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതെങ്ങനെ പ്ലേസ് ചെയ്യുന്നത്? ഇങ്ങനത്തെ തേർഡ് പ്ലേസ് വവൽ വരുമ്പോൾ ഇത് ഫസ്റ്റാണ്, സെക്കൻഡാണ് വവൽ പുട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്ട്രോക്കോ കർവിൻ്റെയോ തേർഡ് പ്ലേസിൽ ഫസ്റ്റായിട്ട് മുൻപായിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതിലെങ്ങനെ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇവിടെ ഫസ്റ്റ് വവൽ ഇവിടെ, സെക്കൻഡ് ഇവിടെ, തേർഡ് പ്ലേസ് ഇവിടെ. ഒന്നുകൂടി ആർ ടി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇവിടെ ഫസ്റ്റ് പ്ലേസ് ഇവിടെ, സെക്കൻഡ് പ്ലേസ് ഇവിടെ, തേർഡ് പ്ലേസ് ഇവിടെ. എം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് പ്ലേസ് ഇവിടെ, സെക്കൻഡ് പ്ലേസ് ഇവിടെ, തേർഡ് പ്ലേസ് ഇവിടെ. ഇതാണ് വവൽസിൻ്റെ തേർഡ് പ്ലേസ്. വേർഡ്സ്, കോമ്പൗണ്ട് വേർഡ്സ് വരുമ്പോൾ എയറേക്ക് എന്ന് വരുമ്പോൾ എങ്ങനെ റൈറ്റ് ചെയ്യുക? എയർ ഏക്ക്. കൂട്ടക്ഷരങ്ങൾ വരും. ഇയർ എന്നുള്ള എഴുതി ഇയർ ഫസ്റ്റ് പ്ലേസിൽ എന്ന് വരുമ്പോൾ ഡോട്ട് ടു ഏക്ക്. കോമ്പൗണ്ട് വേർഡ്സ്. ഇനി ഫോർത്ത് വണ്ണാണ് ഹൊറിസോണ്ടൽ സ്ട്രോക്ക്. ഹൊറിസോണ്ടൽ സ്ട്രോക്ക് വരുമ്പോൾ എങ്ങനെയാണ് വവൽ? ഹൊറിസോണ്ടൽ സ്ട്രോക്കാണ് എം എൻ കെ ഗെ. ഇതെല്ലാം വരുമ്പോൾ എങ്ങനെയാണ് വവൽസ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. എം എന്ന് റൈറ്റ് ചെയ്യുമ്പോൾ മീക്ക്. എക്സാമ്പിൾസ് ഞാൻ എടുത്താണ്, കുറച്ചൊരു ഷോർട്ട് എക്സാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. എം കെ മീക്ക്. നമ്മൾ ഇത് ശരിക്കും തേർഡ് പ്ലേസ് വവലാണ് വരുന്നത്. മീക്ക് കട്ട് ദ ലൈനായിട്ട് വരുന്നു. നമ്മളെ കേസിൽ ഇത് കട്ട് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്യേണ്ട, ടച്ച് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്ലേസിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഹെവി ഡോട്ട്, ഡാർക്ക് ഡോട്ട്. പിന്നെ മിക്കൊക്കെ എം കെ
നമ്മൾ ഇത് കട്ട് ദ ലൈനായിട്ടാണ് റൈറ്റ് ചെയ്യേണ്ടത്, പക്ഷേ ഇത് ഹൊറിസോണ്ടൽ സ്ട്രോക്ക് ആയതുകൊണ്ട് ടച്ച് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ഔട്ട്ലൈൻ റൈറ്റ് ചെയ്തതിന് ശേഷം വോവൽ തേർഡ് പ്ലേസിൽ പ്ലേസ് ചെയ്യാം. കുക്ക്, ഇത് കട്ട് ദ ലൈനായി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമ്മൾ കെ കുക്ക്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ഇത് കണ്ടോ കുക്ക്. ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസിൽ നമ്മൾ വോവൽ പ്ലേസ് ചെയ്യേണ്ട. നെക്സ്റ്റ് സ്ട്രോക്കിൻ്റെ തേർഡ് പ്ലേസിൽ മുന്നായിട്ട് നമ്മൾ വോവൽ പ്ലേസ് ചെയ്യുന്നു, കുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, വോവൽസിൻ്റെ എല്ലാ ഭാഗവും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.